മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുന്നേ ആയിട്ട് മാങ്ങ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ സാഗോ തയ്യാറാക്കിയാലോ. ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മാംഗോ സാഗോ. ഇത് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മാംഗോ സാഗോ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ഒരു വലിയ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ്, മെയിനായിട്ട് നമുക്ക് വേണ്ടിയത് ചവ്വരിയാണ്. ഞാനിവിടെ ചവ്വരി കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പാല്, പഞ്ചസാര, പാൽപ്പൊടി. ആദ്യം നമുക്ക് ഈ മാങ്ങ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാൽപ്പൊടിയും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല. ഒരു 1/4 കപ്പ് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തണുത്ത പാലൊഴിച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാൻ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന രീതിയിലാണ് മാംഗോ സാഗോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചവ്വരി നല്ലതുപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല. 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ചൊഴിച്ച് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല മധുരം വേണം, എങ്കിലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാങ്ങയുടെ പീസാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ സാഗോ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.